നമസ്കാരം. നമ്മളിപ്പോൾ ഇങ്ങനെ താജ്രിഷ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ്. ഈ താജ്രിഷ് സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞാൽ ടെഹ്റാൻ്റെ വടക്ക് അൽബോർഡ് പർവ്വതനിരകളുടെ തെക്കൻ താഴ്വരയിലാണ് ഈ ഒരു സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത്. ഈ താജ്രിഷ് സ്ക്വയറിൻ്റെ ചുറ്റും ഖൈദാരിയ, ഇലാഹിയ, ദേശാഷിബ്, നയാവരൻ, ജഫറാബാദ്, ദർബന്ദ്, സഫറാനിയ തുടങ്ങിയ കുറേ പ്രദേശങ്ങളുണ്ട്. ഇതിൽ ദർബന്ദിൽ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നതാണ്. പിന്നെ ചരിത്ര സ്മാരകങ്ങളും കെട്ടിടങ്ങളും മാർക്കറ്റുകളും. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അങ്ങനെ ആ മാർക്കറ്റുകൾ നമ്മൾ കണ്ടാണ് വന്നത്. അങ്ങോട്ട് നമ്മൾ ഉടനെ തന്നെ പോകുന്നുണ്ട്. പിന്നെ വിവിധ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ടൂറിസത്തിനായിട്ട് നിരവധി സ്ഥലങ്ങളാണ് താജ്രിഷ് സ്ക്വയറിലുള്ളത്. ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലെ ഏറ്റവും മികച്ച കാഴ്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ താജ്രിഷ് സ്ക്വയർ. ഈ ദർബന്ദ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ദർബന്ദ് എന്ന് പറഞ്ഞത് പർവ്വത നിരയാണ് കേട്ടോ. ആ ഗുലാബ് ദര, അപ്പോൾ ഇങ്ങനെയുള്ള പർവ്വത നിരകളിലേക്കുള്ള പ്രവേശനം ഈ സ്ക്വയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ സ്ക്വയറിൽ നിന്ന് എനിക്ക് താജ്രിഷ് ബാസാർ, താജ്രിഷ് ടവർ, ഇമാം സാദെ സാലിഹ് മസ്ജിദ് ഉണ്ട്. അതൊരു കാണേണ്ട മസ്ജിദ് തന്നെ കേട്ടോ. നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. താജ്രിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് കല്ലിൽ തീർത്ത കൊട്ടാരം എന്നാണ്. ഇവിടെ ഏറ്റവും ദർബാന്ത് റിവർ ഒഴുകുന്നതാണ്. ഇത് താജ്രിഷ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇമാം സാദെ സാലിഹ് മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ നിന്ന് വലത്തേക്ക് കിടക്കുന്ന വഴിക്കാണ് മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലമാട്ടോ ഇത്. നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഇവിടെ അതുപോലെ തന്നെ ധാരാളം കച്ചവടങ്ങളും നടക്കുന്നത് കാണാം. വഴിയുടെ നടുക്കും സൈഡുകളിലും ഒക്കെ ആയിട്ട് പല ടൈപ്പ് കച്ചവടങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോറുകളൊക്കെ നട്ട്സിൻ്റെ സ്റ്റോറുകളാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഡ്രൈഡ് ആയിട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പലരും ഈ ഒരു സൈഡിലെത്തിയിരുന്ന് വിശ്രമിക്കുന്നത് കാണാം. നമുക്കിവിടെ നിന്ന് തന്നെ മസ്ജിദ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ മോസ്കിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു പ്രസിദ്ധ മുസ്ലിം പുണ്യസ്ഥലം ആണ്. അതുപോലെ തന്നെ ഒരു ശവകുടീരവും ആണ് കേട്ടോ. ഈ ഒരു മോസ്ക് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ്. മൊസൈക്കുകളും പിന്നെ മിററിൻ്റെ സ്ട്രാറ്റ്സും ഒക്കെയാണ് ഈ ഒരു ഭിത്തിയൊക്കെ അലങ്കരിക്കാനായിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ആ ഗ്രീൻ കളറൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. തറയിലെല്ലാം മാർബിളാണ് കംപ്ലീറ്റ്. അതിനിടയ്ക്ക് ടൈലുകൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് കൊണ്ട് കംപ്ലീറ്റ് അലങ്കരിച്ചിരിക്കുന്നുണ്ട്. അത് നല്ലപോലെ ഇങ്ങനെ തിളങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഒരു മോസ്ക് പണിയെടുപ്പിച്ചിരിക്കുന്നത് പേർഷ്യൻ ആർക്കിടെക്ചർ രീതിയിലാണ്. ഇവരുടെ ഒരു രീതിയാണ് ഇങ്ങനെ ഗ്ലാസുകൾ കൊണ്ടും ഗ്ലാസിൻ്റെ പീസുകൾ കൊണ്ടും പിന്നെ മൊസൈക്ക് കൊണ്ടുമൊക്കെ പല നിറത്തിലുള്ള ഒരു ഗ്രീനിഷ് ലുക്കായിരിക്കും ഇതിനുള്ളത്. പിന്നെ ഗ്രീന്, ബ്ലൂ അങ്ങനെയുള്ള കളറുകൾ കൊണ്ടൊക്കെ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ഈ ഒരു മോസ്കിൻ്റെ ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും. അതുപോലെയാണ്. ക്യാമറയിൽ അത്രയും ഭംഗിയായിട്ട് പകർത്താൻ പറ്റുന്നുണ്ടെന്ന്
അറിയത്തില്ല. എന്നുവെച്ചാൽ ഇവിടെ നിൽക്കുമ്പം ഭയങ്കര ഒരു തിളങ്ങാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു പേർഷ്യൻ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ രീതിയിലാണ് കംപ്ലീറ്റ് ഈ ബിൽഡിങ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിനിടയിൽ അവരുടെ അറബിക് രീതിയിലുള്ള എഴുത്തുകളും ഗ്ലാസ് ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് പതിപ്പിച്ചിരിക്കുന്നതാണ്. ഗോൾഡൻ കളറും ബ്ലൂ കളറും പിന്നെ ഗ്രീൻ കളറും കൊണ്ട് അതിമനോഹരമായ ഒരു മോസ്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വിൻഡോസിലൊക്കെയുള്ള വർക്കുകൾ കണ്ടില്ലേ, ഇത് രസമാണ് കാണാനല്ലേ. നമ്മൾ മോസ്കിൽ പ്രാർത്ഥനയൊക്കെ നടക്കുന്ന ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിൽ ഈ ഒരു ഹാളിൻ്റെ ഭിത്തിയും ചുവരുമൊക്കെ ഫുള്ള് ഗ്ലാസ്സാണ് കേട്ടോ. ചെറിയ ചെറിയ ഗ്ലാസ്സിൻ്റെ പീസുകൾ വെച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അകത്തായിട്ട് വലിയൊരു ഷാൻഡിയർ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. അത് ഫുള്ള് ഗ്ലാസ്സാണ് കേട്ടോ. അകത്ത് കാണുന്ന ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ എത്ര വർഷം എടുത്തിട്ടുണ്ടായിരിക്കും, അതുപോലെയാണ്. അതുപോലെ ഗ്രീൻ കളറിലുള്ള ഷാൻഡിയറൊക്കെ ഈ ഒരു മോസ്കിനോട് വശം വളരെ മനോഹരമാക്കുന്നുണ്ട്. ഇനി നമുക്ക് തജ്രിഷ് ബാസാറിനകത്തേക്ക് കയറിയേക്കാം. ഈ ഒരു തജ്രിഷ് ബാസാറിനെ കുറിച്ച് പറഞ്ഞാൽ തജ്രിഷ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു ബാസാർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ബാസാർ ശരിക്കും പറഞ്ഞാൽ മതപരമായ ചടങ്ങുകളുടെ സ്ഥലമാണ്. അല്ല, ചടങ്ങുകളില്ലാത്ത സമയത്ത് മാത്രം പഴങ്ങളും പച്ചക്കറികളും വിൽക്കാനായിട്ട് ഈ ഒരു ബാസാർ ഉപയോഗിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. പഴം പച്ചക്കറി മാർക്കറ്റും എല്ലാം ഇവിടെയുണ്ട്. ഇടുങ്ങിയ തെരുവുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൈകൊണ്ട് നെയ്ത പരവതാനികളും വളരെ സങ്കീർണമായ കരകൗശല വസ്തുക്കളും സുഗന്ധ വ്യഞ്ജനങ്ങളും വിദേശ ചായകളും വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇറാനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാത്തരം പേർഷ്യൻ കരകൗശല വസ്തുക്കളും ഇവിടെയുണ്ട്. ഈ കരകൗശല വസ്തുക്കളിൽ ഏറ്റവും പ്രശസ്തമായത് യാസ്ത് കാശ്മീർ, ഖദംകരി, ഇഫ്തഹാൻ, ഇനാമൽ, ചെമ്പ് വിഭവങ്ങൾ, ഹമദാൻ മൺപാത്രങ്ങൾ, കുർദിസ്ഥാൻ പരവതാനികൾ, വളരെ ഭംഗിയുള്ള പരവതാനികൾ, അതൊക്കെ മറ്റു വിഭവങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. Ya Allah, ya Allah, ya Allah. Çabuk. Saat tomu, saat. Ne?